കടൽ കാണുക, കടൽ കാറ്റ് കൊള്ളുക, ഏറെ സന്തോഷം നിറഞ്ഞ കാര്യം. അപ്പോൾ കടലില്ലാത്ത രാജ്യത്ത് നിന്ന് കടൽ കാണാനായി തിരുവനന്തപുരത്ത് എത്തുന്നവരുടെ കാര്യം പ്രത്യേകം പറയണം. കടൽ കാഴ്ചയുടെ മനോഹാരിത കാണുകയാണ് ഓസ്ട്രിയയിൽ നിന്നുള്ള ദമ്പതിമാരായ ജോണിന്റെയും ഹെർമിയുടെയും ലക്ഷ്യം. കഴിഞ്ഞ 20 വർഷമായി ഇരുവരും കടൽ കാണാനായി കോവളത്ത് എത്താറുമുണ്ട്. India is very fast going on in all the places in India. We are traveling in cities in India, and I think it's going on. വൈകുന്നേരമായാൽ ഇരുവരും വിഴിഞ്ഞത്തെത്തി കടൽ കാഴ്ച ആവോളം ആസ്വദിക്കും. ദൂരെ കണ്ട ക്രെയിൻ കാഴ്ചകൾ എന്താണെന്ന് നാട്ടുകാരോട് ഇരുവരും ചോദിച്ചു മറിഞ്ഞു. അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെക്കുറിച്ച് ഇരുവരും അറിഞ്ഞതും. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ജോണിന് നിർമ്മാണ മേഖലയിലെ കാര്യങ്ങൾ അറിയാൻ കൗതുകം ഏറെയായിരുന്നു. I think the people have more money than before 20 years. ക്രിസ്മസും പുതുവത്സരവും കോവളത്ത് തന്നെ ആഘോഷിക്കും. ശേഷം ഫെബ്രുവരി അവസാനത്തോടെ നാട്ടിലേക്ക് മടങ്ങും. പിന്നെ അടുത്ത ക്രിസ്മസിനായും കേരളത്തിലേക്കുള്ള വരവിനായുമുള്ള കാത്തിരിപ്പാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആഷ്ലി ചോദിച്ചിട്ട് നമുക്കിപ്പം ആഷ്ലി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി എനിക്ക് തന്നെ തോന്നുമായിരുന്നു, നമ്മൾ ഈ കടൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത് എത്ര കടലുകളുണ്ടല്ലേ പോകാൻ. വിഴിഞ്ഞമുണ്ട്, കോവളമുണ്ട്, ശംഖുമുഖമുണ്ട്, വേളിയുണ്ട്, എത്ര കടലുകളല്ലേ. പിന്നീട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് കടപ്പുറമുണ്ട്, മുതലപ്പുഴയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഒരു മാസത്തിൽ തന്നെ എത്ര വട്ടം ഒന്ന് പോയി ഇതൊക്കെ കാണുമെന്നുള്ളതാണ്. ഞാനൊക്കെ എത്രയെങ്കിലും നാളെ കടലിൽ പോവുകയും അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ട്. പക്ഷേ ഇവരൊക്കെ നോക്കൂ, കഴിഞ്ഞ 20 വർഷമായിട്ട് സ്ഥിരമായി കേരളത്തിൽ വരികയും കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ. മാത്രമല്ല ഇപ്പോൾ ഈ വിഴിഞ്ഞമൊക്കെ പദ്ധതി തുടങ്ങിയതിന് ശേഷം ആഷ്ലി ഇപ്പം ജോലിയുടെ ഭാഗമായിട്ടൊക്കെ അവിടെ പോകുമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൂടി നമുക്ക് വാർത്ത വായിക്കുന്നു, പറയുന്നു എന്നുള്ളതല്ലാതെ ഈ നേരിൽ കണ്ടുള്ള ഒരു പരിചയമില്ല. പക്ഷേ ഇവരൊക്കെ നോക്കൂ, ഇതൊക്കെ എന്തോരം കാര്യങ്ങളാണ് ഇവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ മനസ്സിലാക്കുകയും അവർ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും കൗതുകത്തോടെ നോക്കി കാണുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. സേതു ഈ പറഞ്ഞതുപോലെയാണ്, ഞാൻ ഒരു പാലക്കാട്ടുകാരിയാണ്. എനിക്കും ഈ ജോണിൻ്റെയും ഹെർമിയുടെയൊക്കെ അവസ്ഥയാണ്. ഞങ്ങളുടെ നാട്ടിലും കടലില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്കായി വന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഈ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് കടൽ തന്നെയാണ്. കടൽ കാണാൻ പോവുക, വൈകിട്ട് ഈ ശംഖുമുഖത്തേക്ക് പോയി ഇന്ന് നടക്കുക. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ജോണും ഹെർമിയും ഇവിടെ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള പല നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാലും അവർക്ക് ഇതൊരു പുതുമയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ശംഖുമുഖത്തൂടെ വൈകിട്ട് പോവുക എന്ന് പറയുന്നതിലൊന്നും വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ പാലക്കാടുള്ള ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്കത് കുറച്ചും കൂടിയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇവർക്ക് മുടങ്ങാതെ 20 വർഷം വരികയാണ്. കോവളത്തും അതുപോലെ ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ ഇവർ യാത്ര ചെയ്യും. ഈ ഒരു എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഇവിടെ ആഘോഷിച്ചിട്ടാണ് അവർ മടങ്ങാറുള്ളത്. ഈ വർഷം അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇത്തവണ വിഴിഞ്ഞത്ത് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ കാണാത്ത ഒരു കാര്യമാണ് അവർ വിഴിഞ്ഞത്ത് ഇത്തവണ കണ്ടത്. അപ്പോഴാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ജോൺ ചോദിക്കുന്നത്. അങ്ങനെ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ജിജ്ഞാസ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് ജോൺ തന്നെ വിലയിരുത്തുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ വർഷവും നമ്മൾ പറയും ഈ ഒരു സമയമാകുമ്പോൾ സീസണാണ്, വിദേശികളൊക്കെ കൂടുതൽ വരുന്നു. അവരെ സംബന്ധിച്ച് നമ്മുടെ നാട് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇത്രയും മുടങ്ങാതെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് മെല്ലേക്ക് മടങ്ങിപ്പോളൂ. ഇനിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നൊക്കെ അനുഭവിച്ചൊക്കെ അവർ തിരിച്ചു പോകുള്ളൂ. ആക്ച്വലി ഇവരുണ്ടല്ലോ, ഇവര് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ അവരുടെ നാട് വിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് നേരെ ഗോവയിലേക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെ, നമ്മളിപ്പം പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മളൊരിക്കലും നമ്മുടെ നാട് അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥലം എന്നുള്ളതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഗോവയോ അല്ലെങ്കിൽ ഷിംലയൊക്കെ നമ്മൾ മനസ്സിലാലോചിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ളവർക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്.
അപ്പൊ നമ്മുടെ നാടിന്റെ നമുക്കിടയിലുള്ള വില ആളുകൾക്കിടയിലും നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്കും ഒക്കെ നമ്മുടെ നാടിനെ ഒരുപാട് നല്ല രീതിയിൽ കാണാനും അതിനൊക്കെ ആ സൗന്ദര്യത്തെ എൻജോയ് ചെയ്യാനും നമുക്ക് തന്നെ ആകട്ടെ. ഇപ്പോൾ ഈ കടൽ കാഴ്ചകൾ അത് ഒരിക്കലും നമുക്ക് മതി വരാത്ത ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ആ ഒരു അത്ഭുതവും കൗതുകവും ഒക്കെ നിറച്ചു വെച്ച ഒന്ന് തന്നെയാണ് കടൽ എന്ന് പറയുന്നത്. ശരി ആശ്ലി, എങ്ങനെയാണെങ്കിലും നല്ല വളരെ മനോഹരമായ ഒരു വാർത്ത രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചു.